ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് കളക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ നോർമൽ CG പ്ലാന്റ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ലക്കി ബാമ്പു. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു CC പ്ലാന്റ് നമുക്കൊന്ന് ഒരു ഡിഫറെൻറ്റ് രീതിയിലൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങാനും ഞാൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. ഇത് സക്സസ് ആവോ ഇല്ലെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഡപ്പയാണ് കേട്ടോ. ഈ ഒരു ഡപ്പയിൽ നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസാണ് കേട്ടോ. ആ ഒരു പീസിൻ്റെ സൈഡിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു CC പ്ലാന്റിൻ്റെ ആ ഒരു ലീഫ് നമ്മൾ ആ ഒരു ചെറിയൊരു തണ്ടോട് കൂടി തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് കെയർഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ടോ, ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ ഒരു 5 ഇല നമ്മളിങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 ഇല വെച്ചാണ് നമ്മളൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു കട്ടിങ് നമ്മൾ എന്തായാലും ആ ഒരു ഇലയുടെ അടിയിൽ വേണം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു തെർമോക്കോളിൻ്റെ ആ ഒരു പീസിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു സൈഡിലേക്ക് ഇതേപോലെ നമ്മുടെ ആ ഒരു ഇലകളൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ആ ഒരു ലീഫിൻ്റെ അടിഭാഗം നമ്മളിങ്ങനെ വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് റൂട്ട്സൊക്കെ നമുക്ക് വരും. അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു പരീക്ഷണമാണ്. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 5 പ്ലാന്റ്സ് നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും പോകെ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് എവിടെയെങ്കിലും ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന സ്ഥലത്തേക്ക് നമുക്ക് വെക്കണ്ട. ഇതൊന്ന് സെറ്റ് ആവണ വരെ നമുക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡിലൊക്കെ വെച്ചിട്ടൊന്ന് വളർത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും പോകെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചേക്കാം കേട്ടോ.